നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഐറ്റംസും അടിച്ചു പോകും. അതിന് ഫാനെന്നോ ടി വിയെന്നോ മിക്സിയെന്നോ ഫ്രിഡ്ജെന്നോ എ സിയെന്നോ ഒന്നും യാതൊരു വ്യത്യാസവും കാണില്ല. ആ രീതിയിലുള്ള പണിയാണ് ചില സമയത്ത് KCBയിൽ നിന്ന് കിട്ടുന്നത്. 276 വോൾട്ടാണ് രാവിലെ ഒരു 7 മണി 8 മണി സമയത്തൊക്കെ കിട്ടുന്നത്. പിന്നെ KCB പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴേ ഡയറക്റ്റ് പറയുന്നത് സോളാറിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ സോളാറിൻ്റെ പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ എങ്ങനെ കംപ്ലൈൻ്റ് ആവാതെ നോക്കാം എന്നുള്ളത് ഉടനെ തന്നെ കാണിച്ചു തരാം. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും കാണിക്കാം. പിന്നെ രാവിലെ ഈ 7 മണി 8 മണി 9 മണിക്കല്ല, ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നാൽ പോലും സോളാറിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇത്രയും വരെ വോൾട്ട് കയറിപ്പോകാൻ സാധ്യതയില്ല. കാരണം അതിൽ 264 ഹൈ കട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതായത് 264 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡക്ഷൻ നടത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കോൺക്രീറ്റ് സോളാറിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയുന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും സൈഡിലും കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെയുള്ള കോൺക്രീറ്റ് ഇൻവെർട്ടറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ സ്ക്രീനിൽ സ്റ്റാറ്റസിൽ അലാറമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അലാറം കണ്ടീഷൻ കാണിച്ച് ഇത് വേറെ പ്രൊഡക്ഷനൊന്നും നടത്തുന്നില്ല. പ്രൊഡക്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 0 വാട്ട്സാണ് പ്രൊഡക്ഷൻ എന്നുള്ളതും അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ട്രിപ്പ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓവർ വോൾട്ട് കണ്ടീഷനിൽ ട്രിപ്പ് ആവാനുള്ളൊരു വാല്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലെ മറ്റ് പല ഡിവൈസുകൾക്കും ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ഡിവൈസും കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. കൂടുതലും ബൾബും LDC ഫാൻസും ഒക്കെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഇതിൽ 277 വോൾട്ടാണ് ഈ അണ്ടർ ഓവർ വോൾട്ട് പ്രൊട്ടക്ടറിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ അണ്ടർ ഓവർ വോൾട്ട് പ്രൊട്ടക്ടറിൽ നിന്നാണ് അതിലേക്കുള്ള സപ്ലൈ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതായത് ഇതിൽ ഇൻവെർട്ടറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു അലാറം കണ്ടീഷൻ പോകും. അപ്പോൾ സൈഡിൽ ആ റെഡ് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് അലാറം കണ്ടീഷൻ അറിയാൻ പറ്റും. ഇപ്പോൾ 229 വോൾട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ്. ഉള്ള കണ്ടീഷൻസ് വരുമ്പോൾ പ്രശ്നം വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ചേഞ്ച് ഓവറിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു അണ്ടർ ഓവർ വോൾട്ട് പ്രൊട്ടക്ടർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഇത് ട്രിപ്പ് ആവും. ഇത് ട്രിപ്പ് ആകുമ്പോൾ ഔട്ട്പുട്ട് സേഫ് ആയിരിക്കും. പിന്നെ ഈ ഒരു കാര്യം ഞാൻ അടുത്തൊരു വീട്ടിലും പോയി ചെക്ക് ചെയ്തു. അവിടെയും വോൾട്ടേജ് കൂടുതലാണോ എന്നുള്ളത്, കാര്യം എൻ്റെ മീറ്ററിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് അവിടെയും 276 വോൾട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഡിവൈസുകൾ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ 2 കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന്, മുമ്പ് വാങ്ങിച്ചൊരു അണ്ടർ ഓവർ പ്രൊട്ടക്ടറിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു 800-1000 രൂപ റേഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വൈഫൈ ഒക്കെ ഉള്ള മോഡലുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് പ്രൈസ് കൂടുന്നത്. വൈഫൈ ഉള്ള മോഡലുകളിൽ പവർ അനലൈസറും അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരും. നമുക്കൊരു ബേസിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ പറഞ്ഞ ഒരു 800-1000 രൂപ റേഞ്ചിൻ്റെ സാധനത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈഡിലെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ വോൾട്ട് കണ്ടീഷനിൽ ലോഡ് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും.